അപ്പം നമുക്ക് ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ നോക്കിയാലോ? ഇന്നത്തെ സ്പെഷ്യൽ എപ്പോഴും ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 1 കിലോ ചിക്കൻ 10 പീസായിട്ട് എടുത്തിട്ടുണ്ടേ. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ നന്നായിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 മുട്ടയും ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയില്ലാത്ത പരുവത്തിൽ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രോസ്റ്റിൻ്റെ മിക്സിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബ്രോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് പാത്രം അടുപ്പത്തേക്ക് വെക്കാം. പാത്രത്തിലേക്ക് 1/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലവർ മൈദ മിക്സിലേക്ക് ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മൈദ മിക്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക. കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുഴഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പം 2 പീസ് ഇടുന്നുണ്ടേ. ആദ്യം നമ്മൾ ചെയ്തത് കണക്ക് മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മൈദ കോട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് സിമ്മിലിട്ട് തിരിച്ചും മറിച്ചിട്ടും വേവിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന നേരത്തേക്ക് നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയാലോ? മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 4 മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടേ. അപ്പോഴേക്കും നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ചെറിയൊരു ടൈറ്റ് വരും. വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ചിക്കനിലേക്ക് വരാം. ചിക്കൻ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ. ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ആക്കി ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും ഫ്രൈ ആയി വന്നതിന് ശേഷം പിന്നെ സിമ്മിലിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടേ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.